ജസ്റ്റിസ് ഹേമ കമ്മിറ്റി കൈമാറിയ റിപ്പോർട്ടിൽ സർക്കാർ വെട്ടിയ ഭാഗങ്ങൾ ഇന്ന് പുറത്തുവിടില്ല. വിവരങ്ങൾ പുറത്തുവിടുന്നതിനെതിരെ ഒരു പരാതി കൂടി ലഭിച്ചതിനാൽ ഇന്ന് ഉത്തരവ് പുറത്തിറക്കില്ലെന്ന് വിവരാവകാശ കമ്മീഷൻ അറിയിച്ചു. റിപ്പോർട്ടിലെ 49 മുതൽ 53 വരെയുള്ള പേജുകളാണ് പുറത്തുവിടുമെന്ന് അറിയിച്ചിരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഒഴിവാക്കിയ ഭാഗം പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ടാണ് കൊമേഴ്ഷ്യൽ സിനിമകളെക്കാളും വൻ ട്വിസ്റ്റ് വീണ്ടും ഉണ്ടായിരിക്കുന്നത്. സർക്കാർ ഒഴിവാക്കിയ ഭാഗം പുറത്തുവിടുന്നതിനെതിരെ വീണ്ടും ഒരു പരാതി ലഭിച്ചു. ഈ സാഹചര്യത്തിൽ ഇന്ന് ഉത്തരവുണ്ടാകില്ല. വിവരാവകാശ കമ്മീഷൻ മുന്നിൽ പുതിയ പരാതി ലഭിച്ചിട്ടുണ്ടെന്നും ഈ പരാതി പരിശോധിച്ച ശേഷം മാത്രമേ ഉത്തരവ് സംബന്ധിച്ച് തീരുമാനം ഉണ്ടാകൂ എന്നുമാണ് അപ്പീൽ നൽകിയ മാധ്യമപ്രവർത്തകനെ വിവരാവകാശ കമ്മീഷണർ അറിയിച്ചത്. ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്, അത് സോൾവ് ചെയ്ത ശേഷം മാത്രമേ ഇനി ആ ഉത്തരവ് കൈമാറൂ എന്നാണ് പറയുന്നത്. ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം നമുക്കത് ഇനി എന്താണ് ഉത്തരവ് എന്നുള്ളത് ഇനി കിട്ടിയാലേ നമുക്ക് അറിയാവൂ. എന്താണ് അവരുടേത്, ആരാണ് പരാതിക്കാരൻ, എന്താണ് പരാതി എന്നൊക്കെ ഉള്ളത് അറിയില്ല. ഇപ്പോൾ ഓഫീസ് സ്റ്റാഫ് വന്ന് പറഞ്ഞത് ഇത് സംബന്ധിച്ചിട്ട് ഒരു പരാതി കമ്മീഷന് കിട്ടിയിട്ടുണ്ട്. ആ പരാതിയും കൂടെ ലഭിച്ച ശേഷം അത് പരിശോധിച്ച ശേഷം മാത്രമേ അത് തീരുമാനമാകൂ എന്നാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്നും സർക്കാർ വെട്ടിമാറ്റിയ ഭാഗങ്ങൾ ഇന്ന് പുറത്തുവിടുമെന്നായിരുന്നു വിവരാവകാശ കമ്മീഷൻ നേരത്തെ അറിയിച്ചത്. വിവരാവകാശ നിയമപ്രകാരം മാധ്യമപ്രവർത്തകർ നൽകിയ അപ്പീലിലായിരുന്നു തീരുമാനം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ 29 പാരഗ്രാഫുകൾ ഒഴിവാക്കണമെന്നായിരുന്നു വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. എന്നാൽ 130ഓളം പാരഗ്രാഫുകൾ സർക്കാർ സ്വന്തം നിലയിൽ ഒഴിവാക്കിയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഇത് ചോദ്യം ചെയ്തുകൊണ്ട് മാധ്യമപ്രവർത്തകരായ അപേക്ഷകരടക്കം അപ്പീൽ നൽകിയിരുന്നു. ഈ പരാതി പരിഹരിച്ച ശേഷമാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പുറത്തുവിടണമോ എന്ന കാര്യത്തിൽ അന്തിമമായ ഉത്തരവ് വിവരാവകാശ കമ്മീഷന് ഇറക്കാനിരുന്നത്. ആ ഉത്തരവാണ് പുതിയ പരാതിയോടെ ഇല്ലാതായത്. ജനം, തിരുവനന്തപുരം.